ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. തീവ്രമല്ലാത്ത സ്തനരോഗങ്ങൾ എന്നതാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയുടെ വിഷയം. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോൾ ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ജനറൽ സർജറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദീപ ഉണ്ണികൃഷ്ണൻ. സ്വാഗതം മാം. അപ്പോ തീവ്രമല്ലാത്ത സ്തനരോഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണങ്ങൾ, ഈ സ്തനരോഗത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് മൾട്ടി ഫാക്ടോറിയൽ ആണ്. ഒരു കാര്യം മാത്രമല്ല, ഒന്നിൽ കൂടുതലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. മെയിൻലി ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, നമ്മുടെ ഫീമെയിൽ ഹോർമോണിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്. അത് ഓരോ പീരീഡ്സിനനുസരിച്ചും നമ്മുടെ പീരീഡ്സ് വരുന്നു, പിന്നെ പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ചേഞ്ചസ്, ആദ്യമുള്ള ചേഞ്ചസ്, പിന്നെയുള്ള ചേഞ്ചസ് എല്ലാം ഈ ഹോർമോൺസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു മേജർ കാരണമാണ്. പിന്നെ രണ്ടാമത്തത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. നമ്മുടെ 20 വർഷം മുമ്പുള്ള ഡയറ്റ് ആയിരിക്കില്ല ഇപ്പോ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. നമുക്ക് ജങ്ക് ഫുഡ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, പ്രോസസ് ഫുഡ് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ തട്ടുകടയിൽ നിന്ന് പൊറോട്ട വാങ്ങി കഴിക്കുന്നുണ്ട്. അതൊക്കെ നല്ല ശീലങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ ഹോർമോൺസിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ബ്രസ്റ്റിനുള്ള പ്രശ്നങ്ങൾ വരും. ഇതിന്റെ ഒരു പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ബ്രസ്റ്റില് മുഴകള്, പിന്നെ വേദന, പിന്നെ നിപ്പിൾ ഡിസ്ചാർജ്, പിന്നെ സ്കിന്നിന്റെ ചേഞ്ചസ്, നിപ്പിൾ അകത്തോട്ട് വലിഞ്ഞിരിക്കുക, നോർമൽ ആയിരിക്കുന്ന ബ്രസ്റ്റില് നോർമൽ നിപ്പിൾസ് ആയിരുന്നത് പെട്ടെന്ന് അകത്തോട്ട് കയറി പോവുക, പിന്നെ സ്കിന്നില് ഓറഞ്ച് തൊലി പോലെയുള്ള ഡിംപിളിങ് അത് കാണുക. ഇതൊക്കെയാണ് മേജർ ലക്ഷണങ്ങൾ. ഈ ഏത് ഹോർമോണാണ് ഈ ഒരു സ്തനകോശങ്ങളെ ബാധിക്കുന്നത്? കൂടുതലായും ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ, ഇത് രണ്ടുമാണ് കൂടുതലും അഫക്ട് ചെയ്യുന്നത്. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ പെട്ടെന്നുള്ള ഒരു വേദന, അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണോ? വളരെയധികം ഇങ്ങനെയുള്ള ഒരു സിംറ്റംസും ഇഗ്നോർ ചെയ്യരുത്. എന്ന് വെച്ചാല് ഒരു തടുപ്പ്, മുഴ, വേദന എല്ലാം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ്. എന്ത് കണ്ടാലും ഉടനെ തന്നെ ഒരു സർജന്, നമ്മൾ സെൽഫ് മെഡിക്കേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് വെറുതെ ഡോക്ടറെ കാണാൻ മടിച്ച് ഇരിക്കാതെ ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഒരു സർജനെ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. ഓക്കെ ഡോക്ടർ, അത് പെട്ടെന്ന് ഈ സിസ്റ്റുകൾ ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പോൾ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കേണ്ടത്? മെയിൻലി ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പറയുകയാണെങ്കിൽ അധികം കോഫി കുടിക്കുന്നത്, സാന്തീൻ അടങ്ങിയ ഫുഡ്, ചോക്ലേറ്റ്സ്, കോഫി, പിന്നെ അധികം സോൾട്ട്, നമ്മള് കൂടുതൽ സോൾട്ട് ഉപയോഗിക്കുക, മെയിൻലി ഇതൊക്കെയാണ്. ഓക്കെ ഡോക്ടർ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ സാധാരണയായി ഇതിപ്പോ വളരെ കൂടുതലായി വരുന്നുണ്ട് എന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, അല്ലെ? മുമ്പത്തെ അപേക്ഷിച്ച് എത്രത്തോളം കൂടുതലാണ് ഇപ്പോ? വളരെ കൂടുതലാണ്. ഇപ്പോ ഒരു മെയിൻലി ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരു 20 yearsന് മുമ്പ് ജനറലി പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 14 വയസ്സിലായിരുന്നിരിക്കും. ഇപ്പോൾ അത് 9 വയസ്സുള്ള കുട്ടികളിലും 8 വയസ്സ് മുതലേ കാണുന്നുണ്ട് പീരീഡ്സ് മാസമുറ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് അത്ര ഏർലി ആയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതൊരു റീസണാണ് നേരത്തെ ഈ ബ്രസ്റ്റ് ഡിസീസസ് കൂടുന്നതിൽ. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫുഡ്, ലൈഫ് സ്റ്റൈല്, എക്സസൈസ് ഇല്ല. നമ്മുടെ കിച്ചൺ കംപ്ലീറ്റ്ലി മെക്കനൈസ്ഡ് ആണ്, ആർക്കും എക്സസൈസ് ഇല്ല. പണ്ടൊക്കെ വീട്ടമ്മമാർക്ക് ഒരുപാട് എക്സസൈസ്, അടുക്കള ജോലി തന്നെ ഉണ്ടായിരുന്നു ഒരുപാട്. ഇപ്പൊ എല്ലാം മെക്കനൈസ്ഡ് അല്ലേ, അപ്പം അതൊരു റീസണാണ്. അപ്പൊ ഇത് സാധാരണയായിട്ട് നമുക്ക് ഈ സ്തനരോഗങ്ങൾ എത്ര തരമുണ്ട്? സ്തനരോഗങ്ങൾ നമുക്ക് മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്യാൻസർ അല്ലാത്ത മുഴകൾ,
രണ്ടാമത്തേത് ക്യാൻസർ ആയിട്ടുള്ള മുഴകൾ. ഇപ്പോ അത് ഏജ്, പിന്നെ നമ്മുടെ ഹോർമോണൽ എക്സ്പോഷർ, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആ ഏജ് എങ്ങനെ അസുഖം എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻസർ അല്ലാത്ത മുഴകൾ എന്ന് പറയുമ്പോൾ സിസ്റ്റുകള്, ഫൈബ്രോ അഡിനോമ, പിന്നെ മാസ്റ്റൈറ്റിസ്, അതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ബ്രസ്റ്റില് തട്ടുമുട്ട അങ്ങനെയൊക്കെ വരുമ്പോൾ ഫാറ്റ് നെക്രോസിസ്, പിന്നെ നിപ്പിൾ ഡിസ്ചാർജ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻലി ബ്രസ്റ്റിനുണ്ടാകുന്ന അസുഖങ്ങൾ. ഓക്കെ. അപ്പൊ ഡോക്ടർ, നമുക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് ഏത് പ്രായം മുതലാണ് അപ്പൊ ഇത് ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത് എന്ന് പറയാമോ? ഓക്കെ, നമുക്ക് പീരീഡ്സ് തുടങ്ങുന്നത് മുതലാണ് ഈ സൈക്ലിക്കൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പോ മോർ പീരീഡ്സിന്റെ ആരംഭം മുതൽ തന്നെ ബ്രസ്റ്റില് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോ ബ്രസ്റ്റ് ചേഞ്ചസ് തുടങ്ങുന്ന അപ്പം മുതൽ തന്നെ അസുഖങ്ങൾ വരാം. ഈ ഫൈബ്രോ അഡിനോമ എന്നാൽ അതെന്താണ്? അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മുഴയാണ്. അതൊരു 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ്, കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് പൊതുവെ കാണുന്നത്. അതൊരു ക്യാൻസർ അല്ലാത്ത ഒരു മുഴയാണ്. അതൊരിക്കലും ക്യാൻസർ ആകില്ല. പൊതുവെ എല്ലാവർക്കും ഒരു മുഴ കാണുമ്പോൾ അപ്പൊ തന്നെ എല്ലാവരും പാനിക് ചെയ്യും, പിന്നെ ടെൻഷനായി, പേടിയാണ്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഫൈബ്രോ അഡിനോമ ആണെങ്കിൽ അത് വളരെ സോഫ്റ്റ്, ലൈക്ക് സ്മൂത്ത് ആയിരിക്കും, റൗണ്ട് ആയിരിക്കും. അത് പെയിൻ ഉണ്ടാവില്ല, പെയിൻലെസ് ആയിരിക്കും. പിന്നെ അതൊരു സൈസ് ഉണ്ടാകുന്ന അതേ ഒരു 2 സെന്റിമീറ്ററിൽ കൂടുതലൊന്നും വലുതാവില്ല പൊതുവെ. അപ്പോ വേദന വരികയാണെങ്കിൽ, അങ്ങനെ ഒരു മുഴയില് വേദന വരിക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വലുതാകുക, അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇത് പീരീഡ്സിന്റെ ഓരോ മാസത്തെയും പീരീഡ്സിന്റെ വേരിയേഷൻ അനുസരിച്ച് അത് ചിലപ്പോ ഡിസപ്പിയർ ചെയ്യും, ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ. ചിലപ്പോ അത് വലുതാകുകയാണെങ്കിലോ, അല്ലെങ്കിൽ പെയിൻ ഉണ്ടായിരുന്ന ഒരു മുഴയിൽ പെട്ടെന്ന് വേദനയുണ്ട്, അല്ലെങ്കിൽ മുഴകൾ വലുതാകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിന് ട്രീറ്റ്മെന്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഒന്നും ചെയ്യില്ല. പിന്നെ സംശയം, ഇപ്പൊ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ക്യാൻസറിന്റെ ഫാമിലി ഹിസ്റ്ററി, പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ഇത് 2 ബ്രസ്റ്റിലും കാണാം, അല്ലെങ്കിൽ സിംഗിൾ ബ്രസ്റ്റിലും ഉണ്ടാവാം. ഒരു സ്വെല്ലിംഗ് മാത്രമായിട്ടും ചിലപ്പോ മൾട്ടിപ്പിൾ സ്വെല്ലിങ്സ് ഉണ്ടാവാം. അതിന്റെ ഫ്രീലി മൊബൈലാണ്, തെന്നി മാറും, ബ്രസ്റ്റില് നന്നായിട്ട് മൂവ് ചെയ്യും ഇൻസൈഡ്. അതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്. ഫൈബ്രോ അഡിനോമ ടോട്ടലി ബിനൈൻ ആണ്, എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു മുഴയല്ല. കൂടുതലായി ഇത് കാണുന്നുണ്ട് പലർക്കും. ഉണ്ട്, ഇത് വളരെ കോമൺ ആണ്. ഓക്കെ, അതൊരു ഭയം പലർക്കും ഉണ്ട്. അതാണ് ഈ ഒരു മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതൊരു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ്? അത് നമുക്കിപ്പോ ഒരു മുഴയുണ്ട്, നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് ഒരു ഉണ്ട്. നമ്മൾ സ്വയം നമ്മുടെ ബ്രസ്റ്റ് എപ്പോഴും മന്ത്ലി ഒന്ന് പരിശോധിക്കണം. പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു 5 days കഴിഞ്ഞിട്ട് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് മുഴ ഉണ്ട്, ഒരു എക്സിസ്റ്റിംഗ് മുഴ പെട്ടെന്ന് വലിപ്പം കൂടുന്നു, അല്ലെങ്കിൽ അതിൽ വേദന വരുന്നു, ഇങ്ങനെയുള്ള 2 സിറ്റുവേഷൻ വരുമ്പോൾ എന്തായാലും അത് നമുക്ക് അതൊരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ്. അത് ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ കാണണം, വെച്ചുകൊണ്ടിരിക്കരുത്. ഹലോ, സ്വാഗതം പരിപാടിയിലേക്ക്. ഹലോ, ഞാൻ സുന്ദരമ്പിളയാണ്. ഡോക്ടറോട് സംസാരിച്ചു. ഈ ക്യാൻസറിനെ പറ്റി ഇവിടെ നമുക്ക് കാശില്ലാതെ എവിടെങ്കിലും അന്വേഷണം നടത്തണമെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ? ചെലവില്ലാതെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അന്വേഷിക്കാമല്ലോ. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ, ജനറൽ ഹോസ്പിറ്റല്, മെഡിക്കൽ ഹോസ്പിറ്റല്, പിന്നെ ക്യാൻസർ സെന്റേഴ്സ് ഇവിടെയുള്ള കൊല്ലത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ. കൊല്ലത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അന്വേഷിക്കാമല്ലോ. കൊല്ലത്തുള്ള താലൂക്ക് ആശുപത്രികളിലും
ജനറൽ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജിലും ഒക്കെ അന്വേഷിക്കാമല്ലോ. മെഡിക്കൽ കോളേജ് അതൊക്കെ പോകണം. ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ ഡോക്ടർ, നമുക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തീവ്രമല്ലാത്ത സ്തന രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ മുലക്കണ്ണിൽ നിന്നുള്ള ഡിസ്ചാർജ്, അപ്പോൾ അതിന് കാരണമാകുന്നത് എന്താണ്? മുലക്കണ്ണിൽ നിന്നുള്ള ഡിസ്ചാർജ് ഒരു പ്രധാന റീസൺ ഹോർമോണൽ വേരിയേഷൻസ് ആണ്. ഹോർമോണൽ വേരിയേഷൻസ് ഫിസിയോളജിക്കൽ വേരിയേഷൻസ് ആണ്. പിന്നെ സ്ട്രക്ചറൽ വേരിയേഷൻസും ഉണ്ടാവും. പിന്നെ ചില മെഡിക്കേഷൻസ്, ഇപ്പോ എപ്പിലെപ്സി പോലെയുള്ള അസുഖങ്ങൾക്കുള്ള മെഡിക്കേഷൻസ് കൊണ്ടുണ്ടാവാം. പിന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം തകരാറ് കൊണ്ടുണ്ടാവാം. പിറ്റുവിറ്ററി അഡിനോമ എന്നൊരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ ഉണ്ടെങ്കിലും നമുക്ക് നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ടാവാം. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്ത് ചർമ്മ മാറ്റങ്ങളാണ് നമ്മളെ സ്തനങ്ങളെ ബാധിക്കുന്നത്? ചർമ്മമാറ്റങ്ങള് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കിന്നിന്റെ തൊലിപ്പുറത്തുള്ള ചൊറിച്ചിൽ, അത് നിപ്പിൾ ഏരിയയിൽ. ഇപ്പൊ നമ്മള് ഒരു ബ്രസ്റ്റ് ഫീഡിങ് മദർ ആണെങ്കിൽ കുഞ്ഞിന്റെ പല്ല് കൊണ്ടിട്ട് ബ്രസ്റ്റ് നിപ്പിള് ഇറിറ്റേഷൻ ഉണ്ടാവാം. അപ്പോ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു സർഫസ് ആവുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് പാല് വരുന്ന ഗ്രന്ഥികള് ബ്ലോക്കായിട്ട് മാസ്റ്റൈറ്റിസ് എന്നൊരു കണ്ടീഷനിലേക്ക് പോവാം. അത് വളരെ പെയിൻഫുള്ളും പിന്നെ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ വേറൊരു പ്രധാന കാര്യം സ്കിന്നിലുള്ള ഡിംപ്ലിങ്ങും എന്ന് പറഞ്ഞാൽ ഓറഞ്ച് തൊലി പോലെ ഒരു അകത്തോട്ട് വലിഞ്ഞും പുറത്തോട്ട് തള്ളി അങ്ങനെയൊക്കെ ഇരിക്കും. അത് അൺഈവൻനെസ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ നിപ്പിള് റിട്രാക്ഷൻ അല്ലെങ്കിൽ നിപ്പിള് അകത്തോട്ട് വലിഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ ആണ് പൊതുവെ തൊലിപ്പുറത്തുണ്ടാവുന്ന ചേഞ്ചസ്. എന്താണ് നമ്മൾ ഈ പാല് കൊടുക്കുന്ന അമ്മമാര് ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ? മുലക്കണ്ണ് എപ്പോഴും വൃത്തിയാക്കി വെക്കണം. പിന്നെ ഈ നിപ്പിൾ ഇൻവേർഷൻ ഉണ്ടെങ്കിൽ അത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ അത് ട്രീറ്റ് ചെയ്ത് ആ ഇൻവേർഷൻ അകത്തോട്ട് തള്ളിപ്പോകുന്നതിനെ അത് പുറത്തോട്ടാക്കി എടുക്കണം. അത് അല്ലെങ്കിൽ മുലപ്പാല് കൊടുക്കുന്ന സമയം വരുമ്പോൾ കുട്ടികൾക്കത് കുടിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മുലയില് ബ്രസ്റ്റ് കെട്ടി നിന്നിട്ട് മാസ്റ്റൈറ്റിസ് പിന്നെ ഉണ്ടാവാം. പിന്നെ നിപ്പിളിന്റെ സ്കിൻ പൊട്ടുമ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. അത് കാരണം മിൽക്ക് ഡക്ട് ബ്ലോക്ക്ഡ് ആവാം. ബ്ലോക്ക്ഡ് ആയാൽ അകത്ത് സിസ്റ്റ് ഉണ്ടാവാം. ഇൻഫെക്ഷൻ കൂടുതൽ വരാം. ഇങ്ങനെ കുറെ കണ്ടീഷൻസ് വരാം മദർ സൂക്ഷിച്ചില്ലെങ്കിൽ. ഓക്കെ, കുഞ്ഞിനെയും ബാധിക്കുന്ന ഒരു അതെ കുഞ്ഞിനെയും ബാധിക്കാം. കുഞ്ഞിനും ഇൻഫെക്ഷൻ വരാം. ഓക്കെ, ഈ എങ്ങനെയാണ് നമ്മൾ ഈ ദോഷകരമായ ഒരു സ്തനാവസ്ഥകൾ നിർണയിക്കുന്നത്? ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണത്. ഇപ്പോ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാനുണ്ട്. അപ്പോ ഫൈബ്രോഡിനോമ, പിന്നെ ദോഷമല്ലാത്ത സിസ്റ്റുകള്, ഇതൊക്കെ സിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്ലൂയിഡ് അകത്തുള്ള ഒരു സാക്കാണ്. അപ്പോ സിസ്റ്റുകള് മനസ്സിലാക്കും പറ്റും അൾട്രാസൗണ്ടില്. പിന്നെ ഫൈബ്രോഡിനോമ അത് സോളിഡ് മുഴകളാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാൻ ഒരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചോളൂ കേട്ടോ. ഡോക്ടറെ, എനിക്ക് കറക്റ്റ് പീരീഡ് ആവത്തില്ല, അതുകൊണ്ട് നമുക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല, അത് പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഇറഗുലർ പീരീഡ്സ് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് പ്രശ്നമാണ് ഉദ്ദേശിക്കുന്നത്? ഹോർമോൺ കുറവുണ്ട് കേട്ടോ. ഓക്കെ, അതൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് രോഗം എന്താണെന്ന് എന്തുകൊണ്ടാണ് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത്, ഹോർമോൺ എന്തുകൊണ്ടാണ് കുറവായത് എന്നുള്ളത്. അപ്പോ ഈ ഫാക്ടേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ദോഷകരമായ സ്തനാവസ്ഥകൾ നിർണ്ണയിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, പറയൂ ഡോക്ടർ. അൾട്രാസൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് മാമോഗ്രാം ആണ്. അൾട്രാസൗണ്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഒരു 35 വയസ്സിന് താഴെ ഉള്ളവർക്കാണ്. ഡെൻസ് ബ്രസ്റ്റ് ടിഷ്യൂ ഉള്ള യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ, ഫീമെയിൽ പോപ്പുലേഷൻ, അവർക്കാണ് മെയിൻലി അൾട്രാസൗണ്ട് ചെയ്യുന്നത്. പിന്നെ അതുവഴി ഫൈബ്രോഡിനോമ, സിസ്റ്റ അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. മാമോഗ്രാം എന്ന് പറയുന്നത് ഒരു എക്സ്റേ ആണ്.
അൾട്രാസൗണ്ട് റേഡിയേഷൻ ഉള്ളതല്ല. ഓക്കെ. അപ്പോ മാമോഗ്രാം ബ്രസ്റ്റിന്റെ എക്സ്റേ ആണ് ആക്ച്വലി. മാമോഗ്രാം ഒരു 35 വയസ്സിന് മുകളിലുള്ളവർക്കാണ് സാധാരണ അത് ഉപയോഗിക്കുന്നത്. മാമോഗ്രാമിലും നമുക്ക് മുഴകള്, പിന്നെ ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നതിന് മാമോഗ്രാമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഈ സ്ഥാന രോഗങ്ങൾക്കുള്ള ചികിത്സയൊക്കെ എങ്ങനെയാണ്? അത് ഓരോ അസുഖത്തിന്റെയും അനുസരിച്ചായിരിക്കും ചികിത്സ. ഇപ്പോ ഫൈബ്രോഡിനോമ ആണെങ്കിൽ നമ്മള് പൊതുവെ ഒന്നും ചെയ്യാറില്ല. നമ്മള് വൈറ്റമിൻ ഇ സപ്ലിമെന്റേഷൻ കൊടുക്കാറുണ്ട്. ചിലർക്ക് അതുകൊണ്ട് യൂസ്ഫുൾ ആണ്, ചിലർക്ക് അത് യൂസ്ഫുൾ ആകണമെന്നില്ല. പൊതുവെ ഫൈബ്രോഡിനമയ്ക്ക് പൊതുവെ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. പക്ഷേ ഒരു ഫൈബ്രോഡിനമ ഉണ്ട്, പെട്ടെന്ന് പെയിൻ വന്നു, അല്ലെങ്കിൽ അത് വലുതാകുന്നു, സംശയകരമായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ ഈ അൾട്രാസൗണ്ട് നോക്കിയിട്ട് FNAC ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയും. അത് വെച്ചിട്ട് നമുക്ക് ആസ്പിറേഷൻ ചെക്ക് ചെയ്തിട്ട് അത് എന്താണ് ദോഷകരമായിട്ടുള്ള മുഴകളാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സർജറി വേണം റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ സർജറി ചെയ്യാറുണ്ട്. പക്ഷേ ഫൈബ്രോയിഡിനമേലെ സർജറിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെയും വരാം. അപ്പോൾ യങ് ഏജ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ റിപ്പീറ്റഡ് സർജറീസ്, സ്കാറിംഗ് ഒക്കെ ഉണ്ടാക്കും ബ്രസ്റ്റിൽ. അതുകൊണ്ട് അത് അഡ്വൈസബിൾ അല്ല. പിന്നെ സർജറി ഓൺലി ഇഫ് അത് ആവശ്യമുണ്ട്, അവർക്ക് കോസ്മെറ്റിക് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ അവർ പേഷ്യന്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് പെയിൻ ഉണ്ടാവുന്നു, വലിപ്പം കൂടുന്നു, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ മാത്രം നമ്മൾ സർജറി ചെയ്ത് മാറ്റും. അല്ലെങ്കിൽ വി ലീവ് ഇറ്റ് അലോൺ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് സൈക്ലിക്കലായിട്ട് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു 2-3 months കഴിയുമ്പോൾ അതങ്ങ് ഡിസപ്പിയർ ചെയ്യും. ചികിത്സ ആവശ്യം ഉണ്ടാവില്ല. ഡോക്ടർ, എന്താണ് ഈ ബ്രസ്റ്റ് മുഴകൾ? ബ്രസ്റ്റ് മുഴകൾ പലതരത്തിലുണ്ട്. ഇത് ഒന്ന് ഫൈബ്രോയിഡിനോമ എന്ന് പറയുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് മുഴയാണ്. സിസ്റ്റുകളും മുഴകളായിട്ട് തന്നെ അപ്പിയർ ചെയ്യുന്നതാണ്. ഇത് മെയിൻലി നമ്മുടെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. അത് ഫൈബ്രോയിഡിനോമ ഇപ്പോൾ 15 to 35 ആണ്. സിസ്റ്റ് പീരീഡ്സിന്റെ അവസാനിക്കുന്ന പെരിമെനോപോസൽ പീരീഡിലാണ് സിസ്റ്റുകൾ കൂടുതൽ കാണപ്പെടുന്നത്. സിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡാണ് അകത്ത്. പിന്നെ ഉള്ളത് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് ഉണ്ട്. അത് കൂടുതലും 35 വയസ്സിനുള്ള മുകളിലുള്ള ലേഡീസിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. അതൊരു അതും ഹോർമോണൽ, ഇതെല്ലാം ബേസിക്കലി ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. പീരീഡ്സിന് വരുമ്പോൾ ഒരുപാട് പേർക്ക് സൈക്ലിക്കൽ മാസ്റ്റാൾജിയ എന്ന് പറയും, ബ്രസ്റ്റ് പെയിൻ, പിന്നെ ഡിസ്കംഫർട്ട്, ഒരു ബ്രസ്റ്റ് വലുതാകുന്നു, അങ്ങനെയുള്ള ഒരുപാട് ഡിസ്കംഫർട്ട് നിങ്ങൾ ഉള്ളവർക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും. അതാണ് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് എന്ന് പറയും. അത് ബ്രസ്റ്റിലെ ഗ്ലാൻഡുലാർ ടിഷ്യൂ കുറഞ്ഞിട്ട്, പ്രായം അനുസരിച്ച് ബ്രസ്റ്റിലെ ഗ്ലാൻഡ് ടിഷ്യൂ കുറഞ്ഞിട്ട് ഫൈബ്രസ് ടിഷ്യൂ കൂടുതലാകുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കോളിലേക്ക് പോകാം. ഹലോ. നമസ്കാരം. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ലക്ഷ്മി, ഞാൻ നിലയാണ്. സംസാരിച്ചോളൂ ഡോക്ടറായിട്ട് കേട്ടോ. ചോദിച്ചോളൂ, സംശയം പറഞ്ഞോളൂ. നമസ്കാരം. അതിന് എന്റെ കഷത്ത് ഒരു നിഴലി പോലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തറ്റുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു മാഡം. ഓക്കെ. എന്താണ്? എത്ര വയസ്സായി? ഇപ്പൊ 48 വയസ്സായി. ഓക്കെ. ഇത് 48 വയസ്സായി. പീരീഡ്സ് ഉണ്ടല്ലോ അല്ലേ? ഇപ്പോഴും ഉണ്ട്. അതിപ്പം ഇന്ന് ഈ മാസം കഴിഞ്ഞ് 3 ദിവസമേ ഉള്ളായിരുന്നു, ഈ മാസം വരെ. ഓക്കെ. അത് ആ മുഴ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, തെന്നി മാറുന്നുണ്ട് അല്ലേ? വേദന ഉണ്ടാവാറുണ്ടോ? വേദനയില്ല. അതൊരു ഫൈബ്രോയിഡിനോമ എന്ന കണ്ടീഷൻ ആയിരിക്കണം. ഓക്കെ. അത് കണ്ട അന്ന് മുതല് ഇപ്പം മുതല് ഇപ്പോഴും ഒരേ വലുപ്പത്തിലാണോ കാണുന്നത്? മോടെ എന്റെ ഡെലിവറി കഴിഞ്ഞത്, എനിക്കൊരു മകളാണ്. അതിനയക്ക് 15 വയസ്സ് കഴിഞ്ഞു. ഓക്കെ. നമ്മുടെ അയക്കും ഇതുപോലെ കഴിഞ്ഞ മാസം വന്നില്ല, ഈ മാസം വന്ന്. ഓക്കെ. അങ്ങനെയൊക്കെയാണ്. അന്നേരം അയാൾക്ക് വന്നതിന് ശേഷമാണ് ഇത് എനിക്ക് കണ്ടു തുടങ്ങി. ഇപ്പം 17 വർഷമായി.
അങ്ങനെ തെന്നി മാറുന്ന അല്ലാതെ വേദനയോ അല്ലാത്ത ചൊറിച്ചിലോ തുടുപ്പോ ഒന്നുമില്ല. ഇത് ഫൈബ്രോഅഡിനോമ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും ക്യാൻസർ ആയിട്ടുള്ള ഒരു മുഴകളല്ല. എന്തായാലും ഉറപ്പുവരുത്താനായിട്ട് ഒരു സർജനെയോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് എന്താണ് എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബ്രസ്റ്റിലെ മുഴയും വെച്ചുകൊണ്ടിരിക്കുന്നത് ഹെൽത്തി അല്ല. അപ്പോൾ ഡോക്ടർ, നമ്മുടെ പറയും പോലെ സ്വയം സ്ഥാന പരിശോധനയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചിട്ട് ഒന്ന് പറയാം. സ്വയം സ്ഥാന പരിശോധന അല്ലെങ്കിൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഒരു ഫീമെയിലിന്റെ ഓരോ പീരീഡ്സ് സൈക്കിളിലും ബ്രസ്റ്റ് ഓരോ ചേഞ്ചസിലൂടെ പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ബ്രസ്റ്റിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഓരോ പീരീഡ്സിനനുസരിച്ച് വരുന്ന ചേഞ്ചസ് നമുക്ക് തന്നെ മനസ്സിലായെങ്കിലല്ലേ നമുക്ക് വേറൊരാളിനോട് പറയാൻ പറ്റുള്ളൂ. ഇപ്പം പീരീഡ്സിനനുസരിച്ചുള്ള ചേഞ്ചസ് ഫസ്റ്റ് നമ്മളായിരിക്കും നോട്ടീസ് ചെയ്യുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രസ്റ്റിനെ കുറിച്ചുള്ള സെൽഫ് അവയർനെസ് ഉണ്ടാവണമെങ്കിൽ ഈ മന്ത്ലി സെൽഫ് എക്സാമിനേഷൻ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഒരു മുഴ വന്നു, ആ മുഴ ഉണ്ടെങ്കിൽ ഓക്കെ, അതിനൊരു ചേഞ്ചസ്, അത് പെട്ടെന്ന് വലുതാകുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ മുഴയാണ്, അതിന്റെ വലിപ്പം കൂടുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനിലൂടെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു മിററിന്റെ മുമ്പിൽ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കൈ രണ്ടും പൊക്കിയിട്ട് ബ്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരേ ലെവലിലാണോ, ഒരേ സൈസാണോ, നിപ്പിൾ രണ്ടും ഒരേ ലെവലിലാണോ, നിപ്പിൾ വെളിയിലോട്ടാണോ അതോ അകത്തോട്ട് കയറി പോകുന്നുണ്ടോ. അപ്പൊ സാധാരണയായിട്ട് പുറത്തോട്ടിരുന്ന ഒരു നിപ്പിളുള്ള ഒരു ലേഡി പെട്ടെന്ന് അത് അകത്തോട്ട് കയറുന്നതായിട്ട് ശ്രദ്ധിച്ചാൽ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സിംറ്റമാണ്. അപ്പോൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഗർഭകാലത്ത് ഈ സ്തനരോഗങ്ങൾ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? വളരെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് പ്രഗ്നൻസിയിലും ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഫ്ലക്ച്വേഷൻസ് വളരെ 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 കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ നല്ല വേരിയേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഇപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിപ്പിൾസിൽ ക്രാക്ക് വരാം, മാസ്റ്റൈറ്റിസ് വരാം, പിന്നെ മിൽക്ക് ഡക്റ്റുകൾ ബ്ലോക്ക് ആയാൽ അത് മാസ്റ്റൈറ്റിസ് ഉണ്ടാകാം. ബ്രസ്റ്റ് മിൽക്ക് വരുന്ന ഡക്ട് ബ്ലോക്ക് ആയിട്ട് അകത്ത് മിൽക്ക് പുറത്തോട്ട് വരില്ല. അപ്പം അകത്ത് മിൽക്ക് കെട്ടിക്കിടന്നിട്ട് മാസ്റ്റൈറ്റിസ് ഉണ്ടാവാം. പിന്നെ അത് ഒന്നിലധികം ഡക്റ്റുകളാണെങ്കിൽ അത് വളരെ വലുതാകാം. സിമ്പിൾ അല്ലാതെ ഒരു വലിയൊരു ഡക്ട് ആബ്സസ് ആവാം, അതിൽ പഴുപ്പ് കെട്ടിക്കിടക്കാം. അപ്പോൾ അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. വളരെ പെയിൻഫുൾ ആയിരിക്കും, നല്ല റെഡ്നെസ് ഉണ്ടായിരിക്കും, തൊടാനൊന്നും പറ്റില്ല, ഭയങ്കര വേദനയായിരിക്കും, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഡ്യൂറിങ് ലാക്ടേഷൻ വരാറുണ്ട്. പിന്നെ ഫൈബ്രോഅഡിനോമ പ്രഗ്നൻസി ടൈമിൽ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഒരു സമയം? ബ്രസ്റ്റിലുള്ള മുഴകൾ എന്തെങ്കിലും ചേഞ്ചസ്, അഗൈൻ ഞാൻ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ഒന്നും കൂടി എംഫസിസ് കൊടുക്കുകയാണ്. എന്തെങ്കിലും നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യുക, നിപ്പിളിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ. സാധാരണ പ്രഗ്നൻസി വരുമ്പോൾ ബ്രസ്റ്റുകൾ വലുതാകും, നിപ്പിള് പുറത്തോട്ട് തടിക്കും. പിന്നെ ആ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്നാണ് പറയുന്നത്, ആ ഏരിയയിൽ കുറച്ച് കളർ ഡാർക്കാകും അത്. അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബ്രസ്റ്റിലുള്ള ചേഞ്ചസ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, അത് ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിക്കുക. അപ്പോൾ അബ്നോർമലായിട്ട് എന്തെങ്കിലും മുഴകളോ തടിപ്പുകളോ ചൊറിച്ചിലോ അല്ലെങ്കിൽ കക്ഷത്തിൽ മുഴകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ സ്ഥലങ്ങൾക്ക് ഒന്നിലധികം തവണ ഇത്തരം ഒരു രോഗം പിടികൂടാനുള്ളൊരു സാധ്യത ഉണ്ടോ? ഉണ്ട്. ഫൈബ്രോഅഡിനോമ മൾട്ടിപ്പിൾ ടൈംസ്. ഇപ്പൊ ഒരിക്കൽ വന്ന ആൾക്ക് പിന്നെ വന്നുകൂടാന്നൊന്നുമില്ല. ഒരാൾക്കൊരു തവണ വന്നാൽ അത് ചിലപ്പോൾ വരണം എന്നില്ല, പക്ഷേ 1-2 തവണ വരുമ്പോൾ അത് ആ ഹോർമോണൽ ഇംബാലൻസ് കൂടുതലുള്ള ഒരാളായിരിക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് പ്രോണായിട്ടുള്ള
ആയിരിക്കാം. സിസ്റ്റുകൾ മൾട്ടിപ്പിൾ ടൈംസ് വരാം. ഫൈബ്രോയിഡിനോമ മൾട്ടിപ്പിൾ ടൈംസ് വരാം. അത് ഇതെല്ലാം റെക്കറായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം കാണുന്ന മുഴ സർജറി ചെയ്ത് അതിപ്പോ 2 സെന്റിമീറ്ററിന് മുകളിൽ അല്ലെങ്കിൽ 4 സെന്റിമീറ്ററിന് മുകളിലുള്ള മുഴയാണെങ്കിൽ മാത്രമേ സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അത് ഡിസപ്പിയർ ചെയ്യും, പിന്നെ അപ്പിയർ ചെയ്യും, പിന്നെ ഡിസപ്പിയർ ചെയ്യും, അങ്ങനെ വരാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡോക്ടറെ കണ്ട് ഉറപ്പുവരുത്തുക. ഡോക്ടർ, ഈ ബ്രസ്റ്റ് ട്യൂമറുകൾ അപ്പോൾ നീക്കം ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടോ? അത് ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാൻസർ അല്ലാത്ത മുഴകൾ, അത് ഇപ്പോ നമ്മളൊരു സ്വെല്ലിംഗ് കാണുന്നു, അത് ഫൈബ്രോയിഡിനോമ ആണെന്ന് ഡയഗ്നോസിസ് ചെയ്യുന്നു, അൾട്രാസൗണ്ട് അല്ലെങ്കിൽ FNAC ചെയ്തിട്ട് അല്ലെങ്കിൽ ബയോപ്സി ചെയ്തിട്ട് അത് ദോഷകരമല്ലാത്ത മുഴയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 4 സെന്റിമീറ്ററിന് മുകളിലാണെങ്കിൽ എടുത്തു മാറ്റാം. അല്ലെങ്കിൽ പെട്ടെന്ന് അത് വലിപ്പം കൂടുന്നു, വേദനയുണ്ട്, അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ഉണ്ട്, അത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട്, അത് മാറ്റണം, അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാം. അല്ലെങ്കിൽ അത് എടുക്കണം എന്നില്ല. ഓക്കെ, ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർക്ക് മനസ്സിലാവും, ഡോക്ടർ പറയും അത് എടുത്തു മാറ്റേണ്ട ആവശ്യമുണ്ടോ. കാരണം ഈ റെക്കറൻസ് വരാം. റെക്കറൻസ് വരുമ്പോൾ മൾട്ടിപ്പിൾ സർജറി ചെയ്യുമ്പോൾ ബ്രസ്റ്റ് ടിഷ്യൂ സ്കാറിങ് ഉണ്ടാവും. അപ്പോൾ അത് വെഡിങ്ങിന് മുമ്പുള്ള കുട്ടികളാണെങ്കിൽ അതൊരു കോസ്മെറ്റിക് ഇഷ്യൂ അല്ലേ. അതുകൊണ്ട് ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യുക. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കും? ബ്രസ്റ്റ് ഡിസീസസ് പ്രതിരോധം നമുക്ക് ഡയറ്ററി ചേഞ്ചസ്, ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോഫി, എക്സസീവ് ആയിട്ടുള്ള കോഫി ഉപയോഗം നിർത്തുക, ചോക്ലേറ്റ്, ഇതൊക്കെയാണ് കൂടുതലും ഇപ്പോൾ ഉള്ള ഈ ഫൈബ്രോയിഡിനോമ സിസ്റ്റുകൾ ഇതിനൊക്കെയുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. പിന്നെ ഈ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, ഫുഡിലെ സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കുക, പിന്നെ എക്സസൈസ്, ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ മാറ്റി, ബ്രസ്റ്റ് സംബന്ധമായ കുറെ അസുഖങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ നമുക്കൊരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഫസ്റ്റ് ഹാൻഡ് റിലേറ്റീവ്, അമ്മ അല്ലെങ്കിൽ സിസ്റ്റർ, അങ്ങനെ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഒരു ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസർ അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഇന്ന് അത് ക്യാൻസറായൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. പലർക്കും ഇപ്പൊ മുഴ കണ്ടാൽ തന്നെ സംശയമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാമോ? ഈ ഫൈബ്രോയിഡിനോമ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. അത് ഈ നോർമൽ ഫൈബ്രോയിഡിനോമ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ കൂടുതൽ അങ്ങനെ വലുതാവാറില്ല. അതേസമയം ഒരു ഫിലോട്സ് ട്യൂമർ എന്ന് പറഞ്ഞൊരു ഫൈബ്രോയിഡിനോമ വേരിയന്റ് ഉണ്ട്. അത് പെട്ടെന്ന് വലുതാകും, പെട്ടെന്ന് അത് പെയിൻ വരും. അങ്ങനെയുള്ളൊരു അതൊരു ബിനൈൻ കണ്ടീഷൻ ആണെങ്കിലും അത് കെയർഫുൾ ആയിരിക്കണം. പെട്ടെന്നുള്ള ചേഞ്ചസ് വരുമ്പോൾ അതിന് ഒരു മാലിഗ്നന്റ് ചേഞ്ച്, ഒരു ക്യാൻസർ ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ അത് സൂക്ഷിക്കണം. പിന്നെ സിസ്റ്റുകൾ സാധാരണയായിട്ട് ഒരു 98% സിസ്റ്റുകളും മാലിഗ്നന്റ് ക്യാൻസറസ് ആവാറില്ല. പിന്നെ ഒരു 45-ന് മുകളിൽ പീരീഡ്സ് ആവുന്നു അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞ് വരുന്ന മുഴകൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. അത് ക്യാൻസറിന് ആണോ അല്ലയോ എന്ന് മുഴ കണ്ട ഉടനെ. അത് ഇപ്പോ നല്ല കട്ടിയുണ്ട്, അത് ഭയങ്കര ഫിക്സ്ഡ് ആണ്, മൂവ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഫ്രീലി മൂവ് ചെയ്യുന്നതാണ് ഫൈബ്രോയിഡിനോമ. പക്ഷെ ഇത് ഫിക്സഡ് ആണ് എന്ന് ഒരു ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു മുഴ, അല്ലെങ്കിൽ നിപ്പിൾ അകത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ സ്കിൻ ഇതുപോലെ ഡിംപ്ലിംഗ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കശത്തിൽ മുഴകൾ കാണുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ക്യാൻസറസ് ചേഞ്ചിനുള്ള ഇതാവാം. നമ്മുടെ ഏജ് ഗ്രൂപ്പാണ് ഒരു മെയിൻ ഫാക്ടർ. ഓക്കെ, തീവ്രമല്ലാത്ത സ്ഥാന രോഗങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒരു പ്രധാന സംശയമാണ്, നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെയിൻ വന്നേക്കാം, പിന്നെ മാറാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തടുപ്പ് പോലെ വരാം. ഇതൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിലേക്ക് പോകാം, എന്തൊക്കെ തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം? ഓക്കെ, ഇതൊരു ട്രോമയെ ഫോളോ ചെയ്തുണ്ടാവുന്ന ഈ കണ്ടീഷന് ഫാറ്റ് നെക്രോസിസ് എന്ന് പറയും.
ഫാറ്റ് എന്ന് പറയുമ്പം കൊഴുപ്പ് 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 നെക്രോസിസ് ഉണ്ടാകുന്നതാണ്, കൊഴുപ്പ് ഡാമേജ്ഡ് ആകുന്നതാണ്. അത് ആദ്യം ഒരു ചുമപ്പ് നിറമായിട്ടായിരിക്കും കാണുന്നത്. അത് കഴിയുമ്പോൾ അത് പെയിൻ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ പെയിൻ വേഗം മാറും. പിന്നെ സ്വെല്ലിങ് കുറച്ചു കാലം ഉണ്ടാവും. അപ്പോൾ അത് ഒരുപാട് പേര് ഈ എവിടെയെങ്കിലും തട്ടി മുട്ടി എന്നുള്ള ഹിസ്റ്ററി ഓർക്കത്തില്ല. അവരത് ആ മുഴ കണ്ടിട്ട് അത് പാനിക് ചെയ്യും. അതിനെ ഒരു കല്ലിപ്പായിട്ട് തന്നെ വരും. അപ്പോൾ അതൊരു ബ്രസ്റ്റ് ക്യാൻസറിന്റെ മുഴയാണോ എന്നുള്ളൊരു പേടി ആൾക്കാർക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെ തട്ടിയോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അൾട്രാസൗണ്ട് ചെയ്തു നോക്കുമ്പോൾ അൾട്രാസൗണ്ടിൽ നമുക്ക് ചെറിയൊരു തട്ടലാണെങ്കിൽ പോലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഫാറ്റ് നെക്രോസിസ് വളരെ കോമൺ ആണ്. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു മദർ കുഞ്ഞിന്റെ കൈയോ തട്ടിയിട്ട് തന്നെ അത് നമ്മൾ അവെയർ ആയിരിക്കൂല, ആ മദർ അവെയർ ആയിരിക്കൂല. കൈ തട്ടുന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമുക്കറിയാം പലപ്പോഴും വാഹനങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം ഒരുപക്ഷെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന ടൈമുകൾ അല്ലെ, അങ്ങനെ വളരെ നിസ്സാരമായി കാണുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ ഉള്ളപ്പോ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടാകുമ്പോൾ? ഇല്ല, ഇപ്പം നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നോർമലി ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ പോയി ഒരു എക്സ്റേ എടുത്ത് നോക്കും. അപ്പോൾ റിബ് ഫ്രാക്ചർ ഒന്നും ഇല്ല. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ ബ്രസ്റ്റിൽ ഒരു ചുവപ്പ്, ഒരു തടുപ്പ്, അത് പിന്നെ കല്ലിച്ച് കിടക്കുക, നീല നിറമാകുക, പിന്നെ കല്ലിച്ച് കിടക്കും. പിന്നെ ആ കട്ടി നന്നായിട്ടുണ്ടാവും, പെയിൻ അങ്ങ് പോവും, ആ കട്ടി കുറെ കാലം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു അൾട്രാസൗണ്ട് സംശയം ഉണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിലവിൽ എന്തൊക്കെ തരം ടെസ്റ്റുകളാണ് ഉള്ളത് ഇപ്പോൾ ഇത്തരം അസുഖങ്ങൾക്ക്? ബേസിക്കലി അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ഒരു മെയിൻ സ്റ്റേ. പിന്നെ അഗെയിൻ അത് ഡിപ്പെൻഡ്സ്. ഈ 40 വയസ്സ് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ മാമോഗ്രാം ആണ് ഡയഗ്നോസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ മാമോഗ്രാം ആവുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ യങ്ങർ ഏജ് ഗ്രൂപ്പിന് കുറച്ച് ഡെൻസ് ബ്രസ്റ്റ് ടിഷ്യൂ ആയിരിക്കും. അപ്പോൾ മാമോഗ്രാമിനെക്കാളും സെൻസിറ്റീവ് അൾട്രാസൗണ്ട് ആണ് ആ ഏജ് ഗ്രൂപ്പിന്. പിന്നെ എക്സ്പോഷർ, മാമോഗ്രാം എക്സ്പോഷർ അത് ഇപ്പോ ഉള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു മാമോഗ്രാം ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോ ഹൈ റിസ്ക് അല്ലെങ്കിൽ ഒരു ആവറേജ് റിസ്ക് ഉള്ളവർ എവറി 2 years ഒരു മാമോഗ്രാം ചെയ്യുക അബവ് 40. അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ളവർ, ഹൈ റിസ്ക് എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന് ഇപ്പൊ മദർ സിസ്റ്റർ ക്യാൻസർ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ എപ്പോഴും എല്ലാ വർഷവും സ്ക്രീനിങ് ചെയ്യുക. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ മന്ത്ലി ചെയ്യുക. അതെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ. ഓക്കെ, ഇപ്പൊ എന്താണ് ഈ മാമോഗ്രാം എന്നും കൂടി നമുക്കൊന്ന് വിശദീകരിക്കാം. മാമോഗ്രാം ഒരു എക്സ്റേ, നമ്മുടെ ബ്രസ്റ്റിന്റെ എക്സ്റേ ആണ്. അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള മോർ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മാമോഗ്രാം മെഷീൻസ് വന്നിട്ടുണ്ട്. 3D മാമോഗ്രാം വളരെ ആക്യുറേറ്റ് ആണ്, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മുഴകള്, സോളിഡ് ആയിട്ടുള്ള മുഴകള്, ഈവൻ കാൽസിഫിക്കേഷൻസ്, ബ്രസ്റ്റിന്റെ ആർക്കിടെക്ചറിലുള്ള ഡിസ്റ്റോർഷൻസ്, ചേഞ്ചസ് എല്ലാം നമുക്ക് എന്ത് ക്യാൻസർ ആയിട്ടുള്ള എന്ത് മുഴകളും നമുക്ക് സ്കിന്നിൽ നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്വെല്ലിംഗ് ഒന്നും കാണില്ല, അല്ലെങ്കിൽ ഒരു തടുപ്പില്ല, പെയിനില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു മുഴ ഉണ്ടായിട്ടല്ല, അല്ലാതെ തന്നെ സ്ക്രീൻ ചെയ്യുവാണ്. ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് തന്നെ വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, സ്വാഗതം പരിപാടിയിലേക്ക്. ഹലോ, ഗുഡ് ഈവനിങ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ, ഫാമിലിയിലെ അതായത് അമ്മയ്ക്കോ ചേച്ചിമാർക്കോ ആർക്കെങ്കിലും അത് ഈ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ വരണം എന്നുണ്ടോ? ഏത് ഭാഗത്ത് ക്യാൻസർ വരുന്ന അവരുടെ മക്കളും ഈ ബ്രസ്റ്റ് മാമോഗ്രാം ചെയ്യണോ? വർഷത്തിലൊരിക്കല്? ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് മാമോഗ്രാം ചെയ്ത് ഒരു സ്ക്രീനിങ് ചെയ്യേണ്ടത്, ഹൈ റിസ്ക് വരുന്നത്. അത് ബ്രസ്റ്റ് ക്യാൻസർ, ഫാമിലി ഹിസ്റ്ററിയിൽ ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, ഇങ്ങനെയുള്ള അതെ, ഇതൊക്കെയാണ്
പിന്നെ അത് എന്റെ അമ്മയ്ക്ക് സ്റ്റൊമക്കിൽ ക്യാൻസർ വന്നിട്ടാണ് ഓക്കെ. എന്റെ അമ്മ പോയത്. പിന്നെ യൂട്രൈൻ ക്യാൻസർ, അണ്ടാശയത്തിൽ മുഴകൾ, അങ്ങനെയുള്ള ക്യാൻസറുകളായിട്ടാണ് ഈ ഹോമോൺ സംബന്ധിച്ചിട്ടുള്ള മുഴകളാണ് ഇതൊക്കെ. ശരി. ഞാൻ ഡോക്ടേഴ്സിനെ അങ്ങനെ ഗൈനക്കോളജിസ്റ്റിനെ അങ്ങനെ സാധാരണ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് കണ്ടിട്ടില്ല. ഒരുപാട് വർഷങ്ങളായി കണ്ടിട്ട്. പിന്നെ അതുകൊണ്ട് ചോദിച്ചു. ഇപ്പൊ കേട്ടപ്പോ പെട്ടെന്ന് അമ്മയെ പറ്റി ഓർത്തു. അമ്മയ്ക്ക് ഇങ്ങനെ വന്നിരുന്നു. പക്ഷെ വേറെ ആർക്കും ഇതുവരെ അങ്ങനെ പ്രോബ്ലം ഇല്ല. പക്ഷെ എന്റെ ഒരു ചേച്ചിയുടെ മോൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിരുന്നു. ഓക്കെ. അപ്പോ ഒരുപാട് ജനറ്റിക് ആയിട്ടുള്ള റീസൺസ് കൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ ഫാമിലി. അതുപോലെ ഡോക്ടർ ഒരു സംശയം കൂടെ, ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് ഇപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് അത് നോക്കിയില്ല, ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എങ്കിലാണോ ഈ യൂട്രസിലോട്ടൊക്കെ പോകുന്നത്? അതെ, അത് ഇപ്പോ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അപ്പോൾ ഒരു തേർഡ് സ്റ്റേജിലോട്ട് പോയാൽ അത് നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് നമ്മുടെ രക്തം വഴി അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റം വഴി വേറെ തൊട്ടടുത്തുള്ള ഓർഗൻസിലോട്ട് പോകും. അതെ, അതുപോലെ ഒരു ബ്രസ്റ്റിൽ വന്നാല് അടുത്ത ബ്രസ്റ്റിലും വരാം. അത് തൊട്ടടുത്തല്ലേ, അപ്പോൾ അടുത്ത ബ്രസ്റ്റിലേക്ക് വരാം. പിന്നെ അടുത്തുള്ള ഈ ബ്ലഡ് വഴിയുള്ള സ്പ്രെഡ്, പിന്നെ ലിംഫാറ്റിക്സ് വഴിയുള്ള സ്പ്രെഡ്, അത് യൂട്രസിലോട്ട് പോകാം, സ്റ്റൊമക്കിൽ വരാം, അടുത്തുള്ള ഓർഗൻസിലോട്ടൊക്കെ വരാം. അത് ഫോർത്ത് സ്റ്റേജ് ഈ ബ്ലഡ് വഴിയുള്ള മെറ്റാസ്റ്റേസിസ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചതാ കേട്ടോ, സ്തനാർബുദം തന്നെ വരുന്നവരുടെ മക്കളാണോ അങ്ങനെ ആവുന്നത്, അങ്ങനെ ചോദിച്ചത്. ഓക്കെ. അങ്ങനെ അല്ല, അത് സ്തനാർബുദം മാത്രമല്ല, യൂട്രൈൻ മാത്രമല്ല ഏത് വന്നാലും വരില്ലേ? ഓക്കെ, ശരി, താങ്ക് യു ഡോക്ടർ. സന്തോഷം. അപ്പോൾ ഈ 45 ഇയേഴ്സ് കഴിഞ്ഞാൽ മാമോഗ്രാം ചെയ്യുന്നത് ഒരു റുട്ടീനായിട്ട് ആവറേജ് റിസ്ക് ഉള്ളവർ 2 വർഷം കൂടുമ്പോൾ ചെയ്യുന്നത് സ്ക്രീനിങ് ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റാത്ത മുഴകൾ മാമോഗ്രാമിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മൈക്രോ കാൽസിഫിക്കേഷൻസ് ഉണ്ടാവാം, ബ്രസ്റ്റ് ടിഷ്യൂല് നമുക്ക് പുറത്ത് കാണാൻ പറ്റാത്ത ആർക്കിടെക്ചറൽ ഡിസ്റ്റോഷൻ അകത്ത് ഉണ്ടാവുന്ന ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ റേഡിയോളജിസ്റ്റിന് അവര് നോക്കുന്നത്. അത് വെച്ചിട്ട് പിന്നെ ഒരു മുഴയുടെ പെരിഫറി ക്യാപ്സ്യൂൾ, അതിലുള്ള ചേഞ്ചസ് അതൊക്കെ നമുക്ക് മാമോഗ്രാം വഴി വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഒരു ഏജ് അനുസരിച്ച് ഈ പ്രായം മാറുന്നതനുസരിച്ച് ടെസ്റ്റുകൾ മാറുമോ? അതെ, 15 to 35 വരെയാണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് ടിഷ്യൂ വളരെ ഡെൻസ് ആണ്. അപ്പോൾ അൾട്രാസൗണ്ടിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം അൾട്രാസൗണ്ട് മാമോഗ്രാമിനെക്കാളും ആ ഏജിൽ സെൻസിറ്റീവ് ആണ്. പിന്നെ മാമോഗ്രാം ഒരു എക്സ്റേ ആണ്. അപ്പോൾ നേരത്തെ തന്നെ മാമോഗ്രാം എടുത്ത് തുടങ്ങിയാൽ റേഡിയേഷൻ ഓരോ തവണയും റിസ്ക് കുറവാണ്, പക്ഷേ ഓരോ തവണ ചെയ്യുമ്പോഴും ഒരു 1% റിസ്ക് ഇങ്ങനെ റേഡിയേഷൻ എക്സ്പോഷർ കൂടുവാണ്. അപ്പോൾ അൾട്രാസൗണ്ട് ആണ് നമ്മൾ യങ്ങർ ഏജിൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഒരു മുഴ നമ്മൾ ലൊക്കേറ്റ് ചെയ്താൽ നമുക്കത് ഒരു നീഡിൽ വഴി FNAC എന്ന് പറയും, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി, അതൊരു ടെസ്റ്റ് ടിഷ്യൂ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിക്കുന്നതാണ്. പിന്നെ ഒരു ടിഷ്യൂ കോർ ബയോപ്സി, അതും ഡയഗ്നോസ്റ്റിക് ആണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു റേഡിയോളജിസ്റ്റ് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് ഈ FNAC അല്ലെങ്കിൽ കോർ ബയോപ്സി ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ്. പ്രത്യേകിച്ച് പ്രസ്ഥാന രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇത് എല്ലാ മാസവും ചെയ്യുക അല്ലെങ്കിൽ ഇത് അടിക്കടി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പലർക്കും നേരത്തെ പറഞ്ഞില്ല, ഇതിനൊക്കെ ചെറിയ റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ റേഡിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് തന്നെ ഒരു പ്രോബ്ലമായി മാറാറുണ്ടോ? ഇല്ല. അതിപ്പോ എല്ലാ മാസവും നമ്മളൊരു ക്ലോസ് വാച്ച് ചെയ്യുക. അപ്പോൾ എല്ലാ മാസവും നമുക്ക് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ മാമോഗ്രാം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനോ റേഡിയേഷൻ അൾട്രാസൗണ്ട് ഇസ് ഹാംലെസ്, അങ്ങനെ അതുകൊണ്ട് ദോഷങ്ങളൊന്നും ഇല്ല. മാമോഗ്രാം അഗെയിൻ ഈ റേഡിയേഷൻ റിസ്ക് ഉണ്ട്, പക്ഷേ വളരെ 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 മൈന്യൂട്ട് ആയിട്ടുള്ള മാമോഗ്രാം പറയുന്ന തന്നെ എനിക്ക് തോന്നുന്നു ഒരു 40
അതെ 40 കഴിഞ്ഞിട്ടാണ്. അതും ആവറേജ് റിസ്ക്, ഹൈ റിസ്ക്, അത് രണ്ടും നോക്കിയിട്ട് വേരിയേഷൻസ് ഉണ്ട്. ഒരു അപ് ടു 75 ഇയേഴ്സ് ചെയ്യണം. ഓക്കെ. ഇന്നിപ്പോ നമുക്ക് ഇതിനുള്ള ചികിത്സകൾ കൂടുതൽ ആവശ്യമായി വരുവാണെങ്കിൽ എവിടേക്കാണ് ഇതിന്റെ ലഭ്യമാവുക? കൂടുതൽ ചികിത്സ ആവശ്യമായി വരികയാണ്. ഇപ്പൊ നേരത്തെ നമ്മുടെ ശ്രോതാവ് ഇപ്പൊ ചോദിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കൂടുതൽ സർക്കാർ ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും മറ്റു ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ എവിടേക്കാണ് ഇന്ന് സൗകര്യങ്ങൾ? ഇപ്പോ ബ്രസ്റ്റ് ഓങ്കോളജി, ഇപ്പൊ ഓങ്കോളജി ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണല്ലോ. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റുകൾ ഒരു മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അതൊരു സൂപ്പർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാം, ജനറൽ സർജന്റെ അടുത്ത് പോകാം. പിന്നെ ഇപ്പോൾ ഒരുപാട് ബ്രസ്റ്റ് സർജറി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, ബ്രസ്റ്റ് സർജറി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ കുറവാണെങ്കിലും വേറെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് കോസ്മോപൊളിറ്റൻ സിറ്റീസിലെല്ലാം ബ്രസ്റ്റ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇന്നത് വളരെ കൂടുതലല്ലേ? അതെ, കേരളത്തിലും മൾട്ടി വേറെ കോസ്മോപൊളിറ്റൻ സിറ്റീസ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഉണ്ട് ഇൻസിഡൻസ്. ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസ് വളരെ ഹൈ ആണ്. ഓരോ വർഷവും അത് കൂടിക്കൂടി വരികയാണ്. അത് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, പിന്നെ ഡയറ്ററി, ഇങ്ങനെയുള്ള നമ്മുടെ ലാക്ക് ഓഫ് എക്സസൈസ് ഒക്കെ അതെല്ലാം കൂടിയും വരികയാണല്ലോ. എന്തൊക്കെ എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കാം ഇത്തരം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ? പ്രതിരോധിക്കാൻ നമുക്ക് റെഗുലറായിട്ട് ഈവനിങ് വാക്ക്, പിന്നെ പൊതുവെ നമുക്കിപ്പോ ഒരുപാട് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഹെൽത്ത് ക്ലബുകൾ, ജിം ഉണ്ട്. അവിടെ പോയി അവര് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ ആരാണെന്ന് വെച്ചാൽ അതിന്റെ ഗൈഡൻസ് എടുത്തിട്ട് നമുക്ക് അവർ സജസ്റ്റ് ചെയ്യുന്ന എക്സസൈസസ് ചെയ്യാം. പൊതുവെ ഒരു ഓവർ വെയിറ്റ് കൺട്രോൾ, പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു, നമുക്കറിയാലോ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് എത്ര നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ, അവസാനമായി നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്താണ്? സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ആണ് എനിക്ക് എന്റെ പ്രയോറിറ്റി. ഓക്കെ, അതാണ് നമ്മളുടെ ബ്രസ്റ്റ് അവയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാകുന്നത് ആ ആൾ തന്നെ ആയിരിക്കണം. അപ്പോൾ അത് ചേഞ്ചസ് മനസ്സിലാക്കുക ഉടനെ തന്നെ. അത് ഒരിക്കലും മടിക്കരുത്, പേടിക്കരുത്. ഒരു മുഴ കാണുമ്പോൾ എല്ലാവരും പാനിക് ചെയ്യും. അങ്ങനെ പാനിക് ചെയ്യാതെ കാമായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ല ഒരു ബ്രസ്റ്റ് സർജനെയോ കാണുക. വളരെ സന്തോഷം. അപ്പം നമ്മൾ ഇത്രയും നേരം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സംസാരിച്ച വിഷയം തീവ്രമല്ലാത്ത സ്തന രോഗങ്ങളെ കുറിച്ചിട്ടായിരുന്നു. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൊല്ലം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ജനറൽ സർജറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദീപ ഉണ്ണികൃഷ്ണനായിരുന്നു. ഡോക്ടറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ പേരിൽ നന്ദി പറയുന്നു. വെൽക്കം. അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി ഇവിടെ സമാപിക്കുന്നു.